നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ദേവികുളം മുൻ എംഎൽഎയും മുൻ CPIM നേതാവുമായ S രാജേന്ദ്രൻ BJPയിൽ. തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. BJP പ്രവേശനത്തിന് ഉപാധികളില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും രാജേന്ദ്രൻ. ഇടുക്കി ചിന്നക്കനാൽ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സവാരിക്ക് ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തി ഗ്രാമപഞ്ചായത്തും DTPCയും. അമിതമായി പണം ഈടാക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സഞ്ചാരികൾക്ക് നേരിട്ട് ഓൺലൈൻ വഴി ബുക്കിംഗ് ഏർപ്പെടുത്തിയത്. അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി പോലീസ്. സംഭവത്തിൽ മരണപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ സുഹൃത്ത് സിംഗകണ്ഠം സ്വദേശി ആരോഗ്യദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാന ശല്യം പതിവാകുന്നു. മദപ്പാടിലായ പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പട്ടാപ്പകൽ റോഡിലിറങ്ങുന്ന അവസ്ഥ. പടയപ്പ മദപ്പാട്ടിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ദേവികുളം മുൻ എംഎൽഎയും CPIM നേതാവുമായ S രാജേന്ദ്രൻ BJPയിലെത്തി. തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. തനിക്കൊപ്പം ആരെയും BJPയിലേക്ക് ക്ഷണിച്ചില്ലെന്നും BJP പ്രവേശനത്തിന് ഉപാധികളില്ലെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMൽ ഉടലെടുത്ത രാജേന്ദ്രൻ വിവാദങ്ങൾക്കാണ് S രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിലൂടെ പര്യവസാനമാകുന്നത്. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. ഒരു ഉപാധികളുമില്ലാതെയാണ് താൻ BJPയിലെത്തിയതെന്നും വിശ്വസിച്ച പ്രസ്ഥാനത്തെ ചതിച്ചിട്ടില്ല. പ്രസ്ഥാനത്തിൽ നിന്ന് ആരെയും അടർത്തി മാറ്റിയിട്ടുമില്ല. പലതും സഹിച്ചു, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ടും ഉപദ്രവിച്ചെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്നു ചെല്ലാൻ കഴിയാത്ത മനോഭാവവും മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട്. വാതിൽ തുറന്നിട്ടുണ്ട്, എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല തവണകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുത് എന്ന്. വേട്ടയാടുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും സഹിച്ചിട്ടുണ്ട്. 2006 മുതൽ 2021 വരെ തുടർച്ചയായി 3 തവണ CPIM MLA ആയിരുന്നു രാജേന്ദ്രൻ. എന്നാൽ CPMുമായി തെറ്റിയതിനു ശേഷം രാജേന്ദ്രനെ കൂടെ കൂട്ടാൻ BJPയുടെ കേരള തമിഴ്നാട് ഘടകങ്ങൾ 2 വർഷമായി ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്കായി S രാജേന്ദ്രൻ വോട്ട് തേടി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ ശക്തമാവുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന A രാജയെ തോൽപ്പിക്കുവാൻ പരിശ്രമിച്ചെന്നാരോപിച്ചാണ് 15 വർഷം CPIM MLA ആയിരുന്ന S രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഇതിനു പിന്നാലെ CPIM ജില്ലാ നേതൃത്വം തന്നെ പുറത്താക്കാൻ പദ്ധതി ഒരുക്കിയെന്ന് രാജേന്ദ്രൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സസ്പെൻഷൻ കാലാവധി അവസാനിച്ചിട്ടും തിരികെ പാർട്ടിയിൽ പ്രവേശിക്കാതിരുന്നതോടെ വിവാദം വീണ്ടും ആരംഭിച്ചു. രാജേന്ദ്രനെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം നേരിട്ടിറങ്ങിയിട്ടും കഴിഞ്ഞിരുന്നില്ല. അപ്പോഴെല്ലാം CPMയിലേക്ക് ഇല്ലെന്നായിരുന്നു രാജേന്ദ്രന്റെ നിലപാട്. രാജേന്ദ്രനെ പാളയത്തിലെത്തിക്കുവാനുള്ള BJPയുടെ നീക്കത്തിന് തടയിടാൻ ജില്ലാ നേതൃത്വവും ശ്രമിച്ചിരുന്നു. എന്നാൽ CPMന്റെ എല്ലാ പരിശ്രമങ്ങളും വിഫലമാക്കിയാണ് രാജേന്ദ്രൻ BJPയിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. ഇടുക്കി ചിന്നക്കനാൽ കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരിക്ക് ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തി ഗ്രാമപഞ്ചായത്തും DTPCയും. അമിതമായി പണം ഈടാക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സഞ്ചാരികൾക്ക് നേരിട്ട് ഓൺലൈൻ വഴി ബുക്കിംഗ് ഏർപ്പെടുത്തിയത്. അതേസമയം ഓൺലൈൻ ബുക്കിംഗ് ഏറെ പ്രയോജനകരമെന്നാണ് ജീപ്പ് ഡ്രൈവർമാരുടെയും അഭിപ്രായം. ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കേരള തമിഴ്നാട് അതിർത്തി വേർതിരിക്കുന്ന കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി. ഇവിടെ നിന്നുമുള്ള ഉദയ കാഴ്ചകളാണ് സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുറച്ചു വാഹനങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ 200-ലധികം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് സവാരി നടത്തുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെയും DTPCയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും പോലീസിന്റെയും എല്ലാം നിർദ്ദേശങ്ങൾ പാലിച്ചാണ് വാഹനങ്ങൾ സർവീസ് നടത്തുന്നത്. എന്നാൽ ഇതിനിടയിൽ അമിത കൂലി ഈടാക്കുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സഞ്ചാരികൾക്ക് വാഹനങ്ങൾ നേരിട്ട് ബുക്ക് ചെയ്യുവാൻ കഴിയുന്ന തരത്തിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം മേഖലയായിട്ട് പ്രവർത്തിച്ചു വരുന്ന കൊളുക്കുമല പ്രധാന കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് നല്ല രീതിയിൽ ഉണ്ട്. അപ്പം ഓൺലൈൻ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ 1 കൊല്ലമായിട്ട് മുൻ മെമ്പർമാരും പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട RTO, ബഹുമാനപ്പെട്ട സബ് കളക്ടർ എല്ലാവരും ഇത് മുൻകൈയെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവസാന ഘട്ടം, അന്തിമഘട്ടത്തിലെത്തി. ഇന്നു മുതൽ
രണ്ടാമത്തെ ട്രിപ്പ് തുടങ്ങി ഓൺലൈൻ സംവിധാനം ആക്കിയിരിക്കുകയാണ്. അതേസമയം 1 വർഷമായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും സഞ്ചാരികൾക്കും ജീപ്പ് ഡ്രൈവർമാർക്കും കൂടുതൽ പ്രയോജനകരമാകുന്ന തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുൻ പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ വിഘ്നേഷ് പറഞ്ഞു. വരുന്ന ഗസ്റ്റുകൾക്ക് എളുപ്പത്തിൽ ബുക്ക് ചെയ്ത് കൊളുക്കുമല സഞ്ചാരിക്കാവുന്ന ഒരു രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിരവധി പരാതികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ പൈസ മേടിക്കുക, പിന്നെ അതല്ലാണ്ട് തിരക്ക് കൂടുതലുള്ള സമയത്ത് വണ്ടി കിട്ടുന്നില്ല എന്ന ഒരു പരാതി ഒഴിവാക്കാൻ വേണ്ടി വരുന്ന സഞ്ചാരികൾക്ക് വരുന്നവർ ഒരു നിരാശയോട് തിരിയാത്ത രീതിയിൽ കൊളുക്കുമല സഞ്ചരിക്കാവുന്ന കൊളുക്കുമല സൺറൈസ് സൂര്യോദയം കാണത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ഓൺലൈൻ സംവിധാനം ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഡ്രൈവർമാർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും ആരോപണങ്ങൾ ഉയരാതെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് ജീപ്പ് ഡ്രൈവർമാരും പ്രതികരിക്കുന്നു. ഇന്ന് തൊട്ട് ഇവിടെ കൊളുക്കുമല ട്രിപ്പ് എല്ലാവർക്കും ഓൺലൈൻ സംവിധാനമാക്കിയിട്ടുണ്ട്. ഇത് എല്ലാ ഡ്രൈവർമാർക്കും വണ്ടി ഓണർക്കും എല്ലാവർക്കും ഒരു നല്ല ഒരു ഇതാണ്. ഈ കൊളുക്കുമല ട്രിപ്പ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവിധ ഇതും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സഞ്ചാരികൾക്ക് ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ഓൺലൈനിൽ വാഹനങ്ങൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. സൈറ്റിൽ കയറുന്നത് ക്യൂവിലുള്ള വാഹനങ്ങളുടെ ലിസ്റ്റ് ലഭ്യമാകും. ഇവ പരിശോധിച്ച് വാഹനം സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. സഞ്ചാരികൾ എത്തുന്ന സമയത്ത് തന്നെ വാഹനങ്ങളും കൊളുക്കുമല യാത്രയ്ക്ക് തയ്യാറായി പ്രവേശന കവാടത്തിലുണ്ടാകും. ചിന്നക്കനാൽ. അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി പോലീസ്. സംഭവത്തിൽ മരണപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ സുഹൃത്ത് സിംഗകണ്ഠം സ്വദേശി ആരോഗ്യദാസിനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. തടിക്കഷ്ണം കൊണ്ട് തലയ്ക്ക് പിറകിലേറ്റ അടിയാണ് പാപ്പച്ചന്റെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് വിവരം. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു അടിമാലി ടൗണിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസിന് തോന്നിയ ചില സംശയങ്ങളാണ് പാപ്പച്ചന്റെ മരണം കൊലപാതകം മൂലമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചത്. പാപ്പച്ചനെ കൊലപ്പെടുത്തിയ സിംഗകണ്ഠം സ്വദേശി ആരോഗ്യദാസിനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ പാപ്പച്ചന്റെ സുഹൃത്താണ്. പാപ്പച്ചന്റെ തലയ്ക്ക് പിറകിൽ ആഴത്തിൽ മുറിവ് സംഭവിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് ആരോഗ്യദാസ് തടിക്കഷ്ണം കൊണ്ട് അടിച്ചതിലൂടെ സംഭവിച്ചതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മൃതദേഹം കിടന്നിരുത്തിരുന്ന സമീപം രക്തക്കറയും മരക്കഷ്ണവും പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസം 22-ന് സംഭവം നടന്നതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കൊലപാതകം നടക്കും മുമ്പ് പാപ്പച്ചനും ആരോഗ്യദാസും ബാറിലിരുന്ന് മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തി. ഈ സമയം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പിന്നീട് അവർ ബാറിൽ നിന്നും ടൗണിൽ തന്നെയുള്ള നിർമ്മാണം പൂർത്തീകരിക്കാത്ത കെട്ടിടത്തിന് മുകളിലേക്ക് എത്തി. ഇവിടെ വെച്ച് വീണ്ടും ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ ആരോഗ്യദാസ് തടിക്കഷ്ണം ഉപയോഗിച്ച പാപ്പച്ചന്റെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ മുറിവ് പാപ്പച്ചന്റെ മരണത്തിന് ഇടയാക്കിയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് പാപ്പച്ചന്റെ മരണത്തിന്റെ ചുരുളഴിച്ചത്. അറസ്റ്റിലായ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അടിമാലിയിലെത്തിയ പാപ്പച്ചൻ വിവിധ ജോലികൾ ചെയ്ത് അടിമാലിയിൽ കഴിഞ്ഞു വരികയായിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. നോക്കാം ചിഹ്നം വിളിച്ച് കൊമ്പന്മാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാന ശല്യം പതിവാകുന്നു. മദപ്പാടിലായ പടയപ്പ് ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പട്ടാപ്പകൽ റോഡിലിറങ്ങുന്ന സ്ഥിതിയുണ്ട്. പടയപ്പ് മദപ്പാടിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആനകൾ റോഡിൽ നിലയുറപ്പിക്കുന്നതോടെ പലപ്പോഴും ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവും പതിവാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാനശല്യം പതിവാവുകയാണ്. മദപ്പാടിലായ പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പട്ടാപ്പകൽ റോഡിലിറങ്ങുന്ന സ്ഥിതിയുണ്ട്. ഇത് പ്രദേശത്ത് ആളുകളിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട്. മൂന്നാർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്താണ് പതിവായി ആനയിറങ്ങുന്നത്. റോഡിന്റെ മേൽഭാഗത്തു നിന്നെത്തുന്ന ആനകൾ റോഡ് മുറിച്ചു കടന്ന സമീപത്തെ തേയിലത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ പലപ്പോഴും ആനകൾ റോഡിൽ നിലയുറപ്പിക്കുന്നതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടും. കഴിഞ്ഞ ദിവസം ഇവിടെ ഇറങ്ങിയ പടയപ്പയും കാട്ടാനക്കൂട്ടവും ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു.
വനംവകുപ്പിന്റെ RRT സംഘം പടക്കം പൊട്ടിച്ചാണ് ആനകളെ തുരത്തിയത്. എന്നാൽ പ്രദേശത്തു നിന്നും മടങ്ങിയ പടയപ്പ മണിക്കൂറുകൾക്കകം തിരിച്ചെത്തിയിരുന്നു. പടയപ്പ മതപ്പാടിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആനയെ പ്രകോപിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിനാണ് തീരുമാനം. സിറ്റി വിഷൻ, അടിമാലി. വിനോദസഞ്ചാരികൾ എത്തിയ വാഹനം ഇടുക്കിക്ക് സമീപം അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ 15ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 10:30 നാരകക്കാനം അമലഗിരിയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഇടുക്കി നാരകക്കാനം അമലഗിരിക്ക് സമീപം മിനി ബസ് അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10:30 അപകടം. തിരുവനന്തപുരം മാര്യനാട് നിന്നും വന്ന വിനോദസഞ്ചാരികൾ നെടുങ്കണ്ടത്തിന് പോകുമ്പോഴാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. കുത്തിറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട വാഹനം വലിയ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഡ്രൈവർ മൺതിട്ടയിൽ ഇടിച്ച് നിർത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ സീറ്റുകൾ ഇളകിത്തെറിച്ച വാഹനത്തിനുള്ളിലുണ്ടായിരുന്നവർക്ക് പരിക്കുകൾ ഏൽക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ സ്വകാര്യ വാഹനങ്ങളിൽ പരിക്കേറ്റവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചു. കാപ്പി കുടി കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ ഓടി എത്തിയപ്പോഴത്തേനും വണ്ടിയെ ഓടിച്ച് വിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ അയൽവക്കത്തുണ്ടായിരുന്ന വണ്ടി നാട്ടുകാരും എല്ലാം കൂടെ വന്ന് പരിശോധിച്ചവരെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കുറച്ച് പേർക്ക് നല്ല പരിക്കുണ്ട്. പിന്നെ കുട്ടികളായിരുന്നു കുറച്ച്. 1-8 പേരുടെ കാലൊടിച്ചിട്ടുണ്ട്. 2-3 സ്ത്രീകളുടെ ഒരുമാതിരി നല്ല പരിക്കുകളൊക്കെ ഉണ്ട്. 16-18 പേരുണ്ടായിരുന്നു കുട്ടികളാണ്. 4 കുട്ടികൾ ഉൾപ്പെടെ 15ഓളം പേർക്കാണ് അപകടത്തിൽ പരിക്കുകളുണ്ടായത്. 24 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആരുടെയും നില ഗുരുതരമല്ല. ഇടുക്കി പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി ജില്ലാ വ്യാപാര ഉത്സവ ആദ്യ മാസത്തെ നറുക്കെടുപ്പ് ചെറുതോണിയിൽ നടന്നു. മയൂര സിൽക്സ് ആൻഡ് വെഡ്ഡിംഗ്സിന്റെ മുമ്പിൽ നടന്ന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലയെ പിടിച്ചുലയ്ക്കുന്ന വ്യാപാരമാന്ദ്യം പരിഹാരം കണ്ടെത്തുന്നതിനായും കൂടുതൽ ആളുകളെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉണർവ് നൽകുന്ന ഇടുക്കി ജില്ലാ വ്യാപാരോത്സവം 2026 വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഡിസംബർ 15 മുതൽ മാർച്ച് 31 വരെ വ്യാപാരോത്സവം നടക്കും. എല്ലാ മാസവും നടക്കുന്ന നറുക്കെടുപ്പിന്റെ ആദ്യത്തെ നറുക്കെടുപ്പാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തത്. ഇടുക്കി ജില്ലാ വ്യാപാരോത്സവം 2026 എന്ന നിലയിലുള്ള ഒരു പ്രോഗ്രാം വളരെ ആകർഷണീയമായ ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ചെറുകിട വ്യാപാര മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാന്ദ്യം ഒരുപക്ഷെ അത് പരിഹരിക്കാൻ കൂടി കഴിയത്തക്ക വിധത്തിലുള്ള ഉപഭോക്താക്കളെ കൂടുതൽ സ്വീകാര്യമാകുന്ന തലത്തിലേക്ക് ഷോപ്പുകളിൽ എത്തിക്കാൻ സാധിക്കത്തക്ക നല്ലൊരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സമാന പദ്ധതിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ചെറിയ കാര്യമല്ലെന്ന് എനിക്കും ബോധ്യപ്പെട്ടത്. കഴിഞ്ഞ ഡിസംബർ മാസം 15 മുതൽ ഈ മാർച്ച് മാസം 31 വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ചെറുതോണി മയൂര സിൽക്സിൽ നിന്നും സാധനം വാങ്ങിയ ഉപഭോക്താവിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിജോ തടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറിമാരായ ജോസ് കുഴിക്കണ്ടം, ഷാജി കാഞ്ഞമല, മറ്റു ഭാരവാഹികളായ സിബി തകരപ്പിള്ളി, ഡൊമിനിക് പൂവത്തിങ്കൽ, KA ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ചെറുതോണി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും.
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം. വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. വീണ്ടും വാർത്തകളിലേക്ക്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനെത്തിയ ഭക്തരെല്ലാം സംതൃപ്തിയോടെയാണ് മടങ്ങിയതെന്ന് ശബരിമല മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി MG മനു നമ്പൂതിരി. വളരെ ഭംഗിയായി മണ്ഡല മകരവിളക്ക് ഉത്സവം നടന്നു. സുഖദർശനം ലഭിച്ച സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ മടങ്ങിയത്. അധിക നേരം കാത്തു നിൽക്കാതെ ഭക്തർക്കെല്ലാം ദർശന സൗകര്യം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അയ്യനോടുള്ള ഭക്തി തെളിയിക്കുന്നതാണിത്. ദേവസ്വം ബോർഡ്, പോലീസ്, റവന്യൂ, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനമായ പ്രവർത്തനം കാര്യങ്ങൾ എളുപ്പമാക്കി. അയ്യപ്പന്റെ അനുഗ്രഹത്തോടെ മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കുന്നതായും MG മനു നമ്പൂതിരി വ്യക്തമാക്കി. സ്വാമി ശരണം. ഞാൻ മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി. ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഏതാണ്ട് അവസാന സമയത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. എല്ലാ വർഷത്തെ കഴിയും വളരെയധികം ഭക്തജനങ്ങൾ വന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം. എങ്കിൽ തന്നെയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിഞ്ഞു. എല്ലാവരുടെയും ഒത്തൊരുമയും എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡായാലും പോലീസുകാരായാലും റവന്യൂ വകുപ്പായാലും ആരോഗ്യ വകുപ്പായാലും എല്ലാം അവരുടെ എല്ലാ ഏകോപനപരമായിട്ടുള്ളൊരു പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട്, അത് എടുത്തു പറയാൻ തരവില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവരെല്ലാം ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് കഴിച്ചു കൂട്ടിയൊരു വർഷമാണിത്. അത് നേരിൽ കാണാനുള്ളൊരു എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഏതാണ്ട് അവസാന സമയത്തേക്ക് അടുക്കുകയാണ്. മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് മണ്ഡല മകരവിളക്കോത്സവം കഴിഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമി ശരണം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജില്ലാ വ്യാപാരോത്സവം 2026 പ്രതിമാസ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പും സമ്മാന വിതരണവുമാണ് രാജാക്കാട്ടിൽ നടന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ നറുക്കെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ നിയോജക മണ്ഡലത്തിലെയും വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിമാസ നറുക്കെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായി ഉടുമ്പൻചോല മണ്ഡലത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പ് രാജാക്കാട് നടന്നു. ബമ്പർ സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറും, രണ്ടാം സമ്മാനം 5 നിയോജക മണ്ഡലങ്ങളിൽ ഓരോ മാരുതി ആൾട്ടോ കാറുകളും, കൂടാതെ പ്രതിമാസ നറുക്കെടുപ്പിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയും, ദ്വൈവാര നറുക്കെടുപ്പിൽ മിക്സി, പ്രഷർ കുക്കർ, ഇൻഡക്ഷൻ കുക്കർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകി വരുന്നത്.
ജില്ലയുടെ ഉത്സവം കൈനിറയെ സമ്മാനം എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് സമ്മാന ഉത്സവ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ രാജാക്കാട് നടന്ന ആദ്യ പ്രതിമാസ നറുക്കെടുപ്പ് സമ്മേളനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമ്മാന പെരുമഴ സ്വീകരിക്കാൻ ഇടുക്കിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിക്കണമെന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ ചോദിച്ചു വാങ്ങണമെന്നും അവർ പറഞ്ഞു. രാജാക്കാടിന്റെ ഓരോ പ്രവർത്തനങ്ങളും വേറിട്ട പ്രവർത്തനമായി മാറുമ്പോൾ വ്യാപാര വ്യവസായിയുടെ മാത്രമല്ല ഏത് പ്രവർത്തനം എടുത്താലും അതിന്റെ മുൻ നിരയിൽ തന്നെ വ്യാപാരി വ്യവസായി ഉണ്ട്. അതിനോടൊപ്പം കൂട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ഓരോ സ്ഥാപന ഉടമകളും ഇതൊരു മാതൃകയാക്കി മാറ്റുക. അതിനുവേണ്ടി എത്തിപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഇതിനെ സഹകരിക്കുമ്പോഴാണ് ഇതിന്റെ വിജയം നമുക്ക് ഉറപ്പാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ ഭാരവാഹികളെല്ലാം ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ പ്രസിഡന്റ് പറയുകയും 10ലധികം സമ്മാനങ്ങളുമായി ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ ആദ്യ പ്രതിമാസ നറുക്കെടുപ്പ് പൊതുപ്രവർത്തകരുടെയും വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും സംയുക്ത സഹകരണത്തോടെ നടന്നു. തുടർന്ന് സമ്മാന വിതരണവും നടന്നു. മൂന്നാമത്തെ കുടത്തിൽ എടുത്തിരിക്കുന്നു. നാലാമത്തെ പറയാം നമ്പർ പറയാം. നാലാമത്തെ 3, വീണ്ടും 3 വീണ്ടും 2. സ്നേഹപൂർവ്വം ഉടുമ്പൻചോല യൂണിറ്റിൻ്റെ ഭാരവാഹികളെ ഏറ്റുവാങ്ങുകയാണ്. 1ാം സമ്മാനമാണ്. 2ാം സമ്മാനം മാർച്ച് 30-നാണ് സമ്മാന ഉത്സവം പദ്ധതി സമാപിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു, ജില്ലാ സെക്രട്ടറി റോയി വർഗീസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജോൺസൺ, ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവള്ളാട്ട്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജിമോൻ ജോസഫ്, യൂത്ത് വിംഗ് ഭാരവാഹികൾ, വനിതാ വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2133-208, 2216-586, 2223-453, 2075-909, 2184-120, 2133-189, 2203-782, 2074-477, 2235-674, 2245-672 എന്നീ നമ്പറുകൾക്കാണ് 1 മുതൽ 10 വരെ സമ്മാനങ്ങൾ. രാജാക്കാട് യൂണിറ്റ് തല നറുക്കെടുപ്പിൽ 2092-953, 2044-983, 2087-923 എന്നീ നമ്പറുകൾക്കാണ് സമ്മാനം. സിറ്റി വിഷൻ, രാജാക്കാട്. നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ടെക് ഫെസ്റ്റ് നടന്നു. 8 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിവിധ സ്കൂളുകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സത്വ 2026 എന്ന പേരിലാണ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ 300ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി സാങ്കേതിക അറിവുകൾ സ്കൂൾ തലത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെക് ഫെസ്റ്റ് നടത്തിയത്. പോളിടെക്നിക് കോളേജിലെ സൗകര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും ഇവ സമീപ സ്കൂളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധം ഉപയോഗിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പം നമുക്ക് തൊഴിലവസരങ്ങൾ വളരെ കുറയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. AI ഒക്കെ വരവോടുകൂടി നമ്മളുടെ മാൻ പവർ കുറച്ച് മതി എന്നുള്ള രീതിയിലാണ്. അപ്പം കുട്ടികൾ വന്ന് കുറേയും കൂടി ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ്, അതുപോലെ തന്നെ കുറച്ചും കൂടി സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവർ കുറച്ചും കൂടി വിഭിന്നമായിട്ട് തിങ്ക് ചെയ്യുകയും അവരുടെ അഡീഷണൽ സ്കില്ലുകൾ അവർ ഡെവലപ്പ് ചെയ്യുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഒരു ടെക് കോളേജിലെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് 15ഓളം ഇവന്റുകൾ, ടെക്നിക്കൽ കരിയർ ഗൈഡൻസ് സെമിനാർ,
വിദ്യാർത്ഥികളുടെ സാങ്കേതിക മേഖലയിലെ അഭിരുചിയും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനായി പ്രൊജക്ട് മത്സരങ്ങൾ, പ്രൊജക്ട് എക്സിബിഷനുകൾ, ക്വിസ് മത്സരങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിൽ നടന്നത്. ടെക്നോളജി അവയർനെസ്, AI, റോബോട്ടിക്സ്, ബോക്സ് ചെയിൻ, IoT, സൈബർ സെക്യൂരിറ്റി എന്നിവ സ്കൂൾ തലത്തിൽ തന്നെ പരിശീലിപ്പിക്കാൻ കഴിയുമെന്ന ബോധ്യം കുട്ടികളിൽ എത്തിക്കാൻ പരിപാടിക്ക് കഴിഞ്ഞു. നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക ടെക്നോളജികൾ വളരെയേറെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സ്പീഡിൽ തൊഴിലവസരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജികൾ വരുന്നു, അതിനനുസരിച്ച് ചില തൊഴിൽ അവസരങ്ങൾ നിന്നു പോകുന്നു, പുതിയ തൊഴിലവസരങ്ങൾ വരുന്നു. ഇത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ അതിനോടുള്ള അറിവുകൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് അവർ സ്കൂളിൽ നിന്ന് തന്നെ അവരുടെ കരിയർ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഒരുക്കി വരുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മുല്ലക്കൽ ടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ കെ. ബീന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ വകുപ്പ് മേധാവിമാർ, അധ്യാപകർ, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഡോക്ടർ അരുൺ തോമസിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് സെമിനാറും നടന്നു. പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് എക്സിബിഷനും വിവിധ വർക്ക്ഷോപ്പുകളും മത്സരങ്ങളും നടന്നത്. തുടർന്നും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ടെക് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാനാണ് കോളേജ് അധികൃതരുടെ തീരുമാനം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് CHSEL വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബുക്ക്ലെറ്റുകൾ നൽകി. മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചികിത്സാ അനുബന്ധ സാധനങ്ങളുടെ വിതരണം നടത്തിയത്. ജീവിതശൈലി രോഗങ്ങളുള്ളവർ അടക്കം നിരവധി രോഗികൾ നിത്യവും എത്തിച്ചേരുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ജീവിതശൈലി രോഗികൾക്ക് നൽകുന്ന ട്രീറ്റ്മെന്റ് റെക്കോർഡ് ബുക്കുകൾ തീർന്നത് മനസ്സിലാക്കിയാണ് രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ബുക്ക് പ്രിന്റ് ചെയ്ത് അധികൃതർക്ക് കൈമാറിയത്. ഡോക്ടർ ഗ്രീഷ്മ ഷാജി, ഡോക്ടർ ഡാനി ഏലിയാസ്, നഴ്സിംഗ് ഇൻചാർജ് സെയിൻ ദാസ് എന്നിവർ ചേർന്ന് ബുക്ക്ലെറ്റുകൾ ഏറ്റുവാങ്ങി. KVVES യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു, ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ, ട്രഷറർ VC ജോൺസൺ, ജില്ലാ ഓർഗനൈസർ CB കൊച്ചുവള്ളാട്ട്, ഭാരവാഹികളായ PB മുരളീധരൻ നായർ, അനീഷ് ലാൽ, KG മത്തുഹേഷ്, MK ഷാജി, ബെന്നി കല്ലിടുമ്പിൽ, വാസു, ബിജു കൂട്ടുപുഴ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. കുട്ടികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സ്വയം സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കാൽവരി മൗണ്ട് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഏകദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിശീലന പരിപാടിക്ക് ജില്ലാ പോലീസിലെ സ്വയം പ്രതിരോധ പരിശീലകരായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നസീമ, സിവിൽ പോലീസ് ഓഫീസർ അഞ്ജു ഷാജി എന്നിവർ നേതൃത്വം നൽകി. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന പ്രത്യേക പരിശീലനം തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. ഇടുക്കി ജില്ലയിൽ പരിശീലനം നേടാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ ഇടുക്കി ജില്ലാ പോലീസിന്റെ ഈ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. അതിനായി 9497912649 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ, വെള്ളി ഗ്രാമിന് 310 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേവികുളം മുൻ MLA-യും മുൻ CPIM നേതാവുമായ S രാജേന്ദ്രൻ BJP-യിൽ. തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. BJP പ്രവേശനത്തിന് ഉപാധികളില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും രാജേന്ദ്രൻ. ഇടുക്കി ചിന്നക്കനാൽ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സവാരിക്ക് ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തി ഗ്രാമപഞ്ചായത്തും DTPC-യും. അമിതമായി പണം ഈടാക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സഞ്ചാരികൾക്ക് നേരിട്ട് ഓൺലൈൻ വഴി ബുക്കിംഗ് ഏർപ്പെടുത്തിയത്.
അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി പോലീസ്. സംഭവത്തിൽ മരണപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ സുഹൃത്ത് സിംഗകണ്ഠം സ്വദേശി ആരോഗ്യദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാന ശല്യം പതിവാകുന്നു. മദപ്പാടിലായ പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പട്ടാപ്പകൽ റോഡിലിറങ്ങുന്ന അവസ്ഥ. പടയപ്പ മദപ്പാടിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.